പ്രതിനിധി ഫാദർ മൈക്കിൾ പുളിക്കൽ തന്നെ നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ഫാദർ, ഗുഡ് ഈവനിങ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പുരസ്കാരം നേടിയ സിനിമയ്ക്കെതിരെ, അതും ഒരു സാമൂഹിക പശ്ചാത്തലം തന്നെ വ്യക്തമാക്കുന്ന സിനിമയ്ക്കെതിരെ KCBC രംഗത്തെത്തിയിരിക്കുന്നത് എന്നൊരു ചോദ്യം സ്വാഭാവികമായുമുണ്ട്. പക്ഷേ ഒരു സമൂഹത്തിന്റെ പരിച്ഛേദം എന്ന രീതിയിലൊക്കെ സർക്കാർ അതിനെ കണ്ടുകൊണ്ടു തന്നെയാണ് ആ അവാർഡ് കൊടുത്തത് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നതും. എന്താണ് KCBCക്ക് ഇക്കാര്യത്തിലുള്ള എതിർപ്പ്? KCBC ജാഗ്രത കമ്മീഷനാണ് കാതൽ എന്ന സിനിമ ഇറങ്ങിയ സമയത്ത് തന്നെ ഇതിനെതിരെ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. അത് സിനിമയുടെ കലാപരമായ സവിശേഷതകളെ കുറിച്ചുള്ള എതിർപ്പല്ല, മറിച്ച് അതിന്റെ പ്രമേയത്തിൽ നമുക്കുള്ള ആശയപരമായിട്ടുള്ള ചില സംഘർഷങ്ങളാണ് ആ എതിർപ്പിന് നിദാനം. കത്തോലിക്ക സഭയുടെ നിലപാടനുസരിച്ച് സ്വവർഗ വിവാഹം അല്ലെങ്കിൽ സ്വവർഗ ബന്ധം അത് ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. മാത്രമല്ല, സഭ അത് അംഗീകരിച്ചു എന്ന നിലയിൽ ഇവിടെയുള്ള പല മാധ്യമങ്ങളും വാർത്തകൾ തെറ്റായി പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. സഭയുടെ നിലപാട് എപ്പോഴും ഇത്തരം ഭിന്ന ലൈംഗിക ആഭിമുഖ്യമുള്ളവരെ നമ്മൾ ഒരിക്കലും മാറ്റി നിർത്താൻ പാടില്ല, സമൂഹത്തിൽ അവർ ഒറ്റപ്പെടുത്താൻ പാടില്ല എന്നൊക്കെ തന്നെയാണ്. അതിന്റെ അർത്ഥം അത്തരം ബന്ധങ്ങളെ സഭ അംഗീകരിക്കുന്നു എന്നല്ല. ഒരു കാര്യം, ഇതിപ്പോൾ സഭയെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന ഒരു വിഷയമല്ലല്ലോ. കാരണം അതൊരു കലാമൂല്യമുള്ള ഒരു സിനിമയായി മാത്രം, ഒരു കലാരൂപമായി മാത്രം കണ്ടാൽ പോരെ. അതിനെ എന്തിനാണ് ഈ രീതിയിൽ വ്യാഖ്യാനിക്കേണ്ടത്? പ്രത്യേകിച്ച് ആടുജീവിതത്തിന് കൊടുത്തത് സമാശ്വാസ സമ്മാനം, ഇതിന് നൽകിയത് മറ്റൊരു രീതിയിലുള്ള പ്രൊപ്പഗാൻഡ എന്നങ്ങനെ വിവേചിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? മാഡം, അതായത് ഈ സിനിമ ഒരു പ്രൊപ്പഗാൻഡ ഫിലിം ആണ് എന്ന് പറഞ്ഞത് ഞങ്ങളാരുമല്ല. ഈ സിനിമയുടെ സംവിധായകൻ ജിയോ ബേബി 2023 ഡിസംബർ മാസം മാതൃഭൂമി ആഴ്ച പതിപ്പിന് നൽകിയ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഈ സിനിമ മുമ്പോട്ട് വെക്കുന്ന പ്രമേയം കേരള സമൂഹം സ്വീകരിക്കണമെന്നും അതിനുവേണ്ടി തന്നെയാണ് മുഖ്യധാര നടന്മാരെ ഈ സിനിമയിലേക്ക് കൊണ്ടുവന്നത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോ ഈ പൊതുസമൂഹത്തിന് ഇതുവരെ പരിചിതമല്ലാത്ത ചില ആശയങ്ങൾ അത് നല്ല കല എന്ന രീതിയിൽ തന്നെ അവതരിപ്പിക്കപ്പെടുന്ന ആ അവതരണ മാധ്യമത്തിലൂടെ തെറ്റായ രീതിയിൽ ചിത്രീകരിക്കുന്നത് ഞങ്ങളുടെ മതവിശ്വാസത്തിനും നിലപാടിനും എതിരായതുകൊണ്ട് ഞങ്ങളുടെ വിശ്വാസികളെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങൾ ചെയ്തു. പക്ഷേ സമൂഹത്തിൽ ഇത്തരത്തിൽ ഒരു വിഭാഗമുണ്ട് എന്നത് അംഗീകരിക്കപ്പെട്ടതാണ്. അതിൽ സുപ്രീം കോടതിയിൽ തന്നെ ഇത്തരത്തിലുള്ള നിലപാടുകളും ഹർജികളും ഒക്കെ വന്നപ്പോൾ തന്നെ കോടതിയുടെ അനുമതിയോടുകൂടി തന്നെ ഇത്തരത്തിലൊരു സമൂഹമുണ്ട് എന്ന് നമ്മൾ അതിലൊരു പരിച്ഛേദമാണ് അവർ എന്നുകൂടി നമുക്ക് അംഗീകരിച്ചല്ലേ മതിയാവുകയുള്ളൂ. അതിൽ ഇങ്ങനെ ഒരു നിലപാട് എടുക്കേണ്ടുന്ന കാര്യം എന്താണെന്നൊരു ചോദ്യമാണല്ലോ.